ഇന്നലെയായിരുന്നു മോഹൻ്റെ യാത്രയയപ്പ്. എന്നോടാരും പറഞ്ഞില്ല, എങ്കിലും ഞാൻ പോയി. ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. അപ്പോൾ ഞാൻ നാരായണനോട് ചോദിച്ചു. കോന്നി KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിലെത്തിയാൽ ഇതുപോലൊരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കും. അതായത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ. കോന്നിയിലെ താലൂക്ക് ലൈബ്രറി ഇവിടെ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന പുസ്തകക്കൂട്, അതിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരമാണോ ഉറക്കം വായിച്ചത്? ചേട്ടാ, ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണല്ലേ? ഇവിടെ വളരെ ഉപകാരമാണ് ഇതുപോലെ പുസ്തകക്കൂടെന്ന് പറഞ്ഞ ഒരു സംഭവം വന്നത്. പിന്നെ ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ കുട്ടികൾക്ക് ബസ് കയറാനായിട്ട് സ്കൂൾ കുട്ടികളൊക്കെ വരുന്നു, അവർക്കും ആ സമയം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പം ഞങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന പുസ്തകം വായിക്കാൻ വലിയൊരു അനുഗ്രഹമായി. മൊബൈലിൽ ഉള്ള ഇതിനേക്കാൾ വളരെ പ്രയോജനം ചെയ്യുന്നൊരു സംഭവം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി ഓടാൻ ഇറങ്ങിയില്ല, പുസ്തകക്കൂടെ ഉള്ളതുകൊണ്ട് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന പേരെന്തായിരുന്നു? അഡ്വക്കേറ്റ് പേരൂർ സുനിൽ. എങ്ങനെയാണ് നിങ്ങൾ ഈ പുസ്തകക്കൂട് ഇങ്ങനെ ഇവിടെ നിർമ്മിക്കാനുള്ള കാരണം? നമ്മൾ വായന എന്ന് പറയുന്നത് ഈ ആധുനിക സോഷ്യൽ മീഡിയയുടെ എല്ലാം വരവോടുകൂടി മരിച്ചു എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലാണ് വായനയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നും വായനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള സമൂഹത്തെ രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചതും എന്നുള്ള ഒരു സാമാന്യ ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വായന അങ്ങനെ അപ്രസക്തമായിട്ടില്ല. എന്നാൽ വായിക്കാൻ കിട്ടുന്ന സമയം പല ആളുകൾക്കും വേണ്ടവിധം ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവു സമയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്നുള്ള നിലയിൽ കോന്നി ടൗണിൽ തൊഴിലാളികൾ ധാരാളം വരുന്ന സ്ഥലമാണ്. ഇവിടെ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ എല്ലാ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുണ്ട്. ഏകദേശം 50ഓളം തൊഴിലാളികൾ ഇവിടെ ചുമട് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓട്ടോ തൊഴിലാളികളുണ്ട്. ഇവിടെ ഏതാണ്ട് 250ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമുണ്ട്. ഒപ്പം യാത്രക്കാർ, അവർക്കെല്ലാം ഉപകാരപ്പെടത്തക്ക നിലയിലാണ് പുസ്തകം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വായനയെ ജനകീയവൽക്കരിക്കുക എന്ന ഒരു സന്ദേശമാണ് ഞങ്ങളിതിൽ കൂടി നൽകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെയും ഈ പുസ്തകക്കൂട് ഇവിടെ തുറന്നിരിക്കും. ആവശ്യക്കാർക്ക് എടുത്ത് വായിക്കുകയും ഒപ്പം തിരിച്ചു വയ്ക്കുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ വായന പുസ്തകക്കൂട്, ആ പുസ്തകക്കൂട്ടിലേക്ക് പുസ്തകങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. കോന്നിയുടെ പ്രിയങ്കരനായ MLA KU ജനീഷ് കുമാറാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുസ്തകക്കൂട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വായിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. വായനയ്ക്ക് പ്രത്യേകം സമയം കണ്ടെത്തിയില്ലെങ്കിലും അവസരം കിട്ടുമ്പോൾ വായിക്കുക. അതുകൊണ്ട് തന്നെ കോന്നിയിലെ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും പുസ്തകം എടുത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ വായനയുടെ ഒരു പുതിയ സംസ്കാരം കൂടി ഈ കാത്തിരിപ്പ് കേന്ദ്രം, ബസ് കാത്തിരിപ്പ് കേന്ദ്രം നൽകുകയാണ്. കോന്നിയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുമാറിനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്.